അതവിടെ ഇരിക്കട്ടെ. ആ ഞാൻ പിന്നെ എവിടെയാണെന്ന് ചോദിച്ചതിന് ചോദിച്ചാൽ പറ. ഞാൻ എന്താ ചോദിച്ചത്? എവിടെയാണ് എന്തോ പറയുന്നത് കേട്ടോ, അതുകൊണ്ടാ ചോദിച്ചത്. എവിടെയാണ് ഇതിനെ കുറിച്ച് പരാമർശിച്ചത് ഏതിനെ എന്നാണ് ഞാൻ കുറിച്ച് ചോദിച്ചത്. എന്താണ് നിങ്ങൾ പറയണത്? നിങ്ങൾ കാര്യം ചോദിക്കണ്ടേ, വ്യക്തമായിട്ട് ചോദിക്കേ. നിങ്ങൾ ചോദിച്ചതിനെ കുറിച്ച് എവിടെയാണ് ഞങ്ങൾ പരാമർശിക്കുന്നതാണ് ചോദിച്ചത്. ചോദിച്ചതിനെ കുറിച്ചോ? അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താ? ചോദിച്ചെന്താ പറയും. ആ അതാണ് ചേട്ടാ ഞാൻ മറന്നു. ചോദിച്ച വേണ്ട കിടക്കുന്നു ഇങ്ങോട്ട്. അപ്പൊ പൊന്ന് ഹബീബി, ഒന്നുകിൽ ആദ്യം പോയിട്ടൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം, എന്തിനാ? ചെവി ക്ലിയർ ആക്കാൻ. എന്നിട്ട് അല്ലെങ്കിൽ ഈ ഡൽഹിയില് ജനക്പുരിയില് അല്ലെങ്കിൽ ഈ മാർക്കറ്റിന്റെ മുമ്പില് ഈ ചെവിന്ന് തോണ്ടി എടുക്കുന്ന ഒരാളുണ്ട്. ആൾ കൊണ്ടിട്ട് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിൽ വാക്സ് എടുത്ത് മാറ്റി തരും. എന്നിട്ട് ഇങ്ങോട്ട് കയറുക. ഓക്കെ, ശരി. 1000 പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചാലും താൻ ചോദ്യം കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒന്നുകിൽ ഉത്തരം അറിയാത്തതുകൊണ്ട്, ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപകർഷതാബോധം കൊണ്ട്. എന്റെ MMFR പറഞ്ഞ നെറ്റ് അപകർഷതാബോധം ഇല്ലേ? നിങ്ങൾ MMFR പറഞ്ഞു മുസ്ലിം കേട്ട യുവാക്കളുടെ ഉള്ളില് ഒരു അപകർഷതാബോധം വന്നിട്ടുണ്ട് മുഹമ്മദിനെ പറ്റിയിട്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അപകർഷതാബോധം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് വഴി പിഴച്ചവർ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കാം. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ ബാക്കി എല്ലാവർക്കും? എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഹലോ, ഞാൻ പറയുന്നത് ഇപ്പൊ കേക്കാം, ഓഡിബിൾ പറ. ആണോ? കേൾക്കാവല്ലോ? എല്ലാവർക്കും കേക്കാം. കേൾക്കാവോ? കേൾക്കാം. എന്റെ ചോദ്യം, സൂറത്തുൽ ഫാത്തിഹ അനുസരിച്ച് സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന വഴി പിഴച്ചവർ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ആരാണ് ഖുർആൻ അനുസരിച്ച് വഴി പിഴച്ചവർ? അത് ക്രിസ്ത്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എടാ മോനെ ദിനേശ, ചോദിച്ചത് ആരാന്നല്ലേ, ആരെ കുറിച്ച്, ക്രിസ്ത്യൻ ആണോ അല്ലയോ എന്നല്ല ചോദിച്ചത്, ആരെ കുറിച്ചാണ് എന്നാണ് ചോദിച്ചത്. ആരെ കുറിച്ചാണ് വഴി പിഴച്ചെന്ന് തെങ്ങിന്റെ പറഞ്ഞു ആരെ കഴിഞ്ഞാൽ? കുറിച്ചാണോ, അതോ പനയുടെ ആരിനെ കുറിച്ചാണോ, അത് വേറെ ഏതെങ്കിലും ആരെ കുറിച്ചാണോ എന്നാണ് ചോദിച്ചത്. ആരെ കുറിച്ചാണ് സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, വഴി പിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ നടത്തരുതേ എന്ന് പറയുന്നത്? തെറ്റ് ചെയ്യുന്നവരാണ്. എന്ത് തെറ്റ് ചെയ്തവര്? അവിടെ പറയുന്ന തെറ്റ് ചെയ്തവർ ആരാണ്? വ്യഭിചരിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നവനല്ലേ? ആണോ? ഒരു തെളിവ് കാണിക്കാവോ ഖുറാനില് വ്യഭിചരിക്കുന്നത് തെറ്റാന്നുള്ളതിന്? അതുകൊട്ടെ, നമ്മുടെ സബ്ജക്ട് അങ്ങോട്ട് മാറിപ്പോവും. ഇപ്പൊ തൽക്കാലം ഇതിന് ഉത്തരം പറഞ്ഞതാ, ഈ വഴി പിഴച്ചവർ ആരാണ്? ഞാൻ ആരെങ്കിലും പറഞ്ഞില്ലേ, 9:31 എടുക്കണം, ആരെങ്കിലും 9:31 എടുക്കണേ. 9:31. ഓക്കെ, വഴി പിഴച്ചവർ ആരാണ്? സൂറത്തുൽ ഫാത്തിഹ അനുസരിച്ച് വഴി പിഴച്ചവർ ആരാണ്? വഴി പിഴച്ചത് തെറ്റ് ചെയ്യുന്നവരായിരിക്കും. എന്ത് അത് തെറ്റ്? ആരെ കുറിച്ച് പറഞ്ഞാണെന്നാണ് ചോദിച്ചത്. ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന്. തെറ്റ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റ് മനസ്സിലായി. തെറ്റ് ചെയ്യുന്നവരെ അപ്പൊ കുറിച്ച് നിങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഇത് ഏത് സമൂഹത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഇസ്ലാമിൽ പെട്ടവൻ തെറ്റ് ചെയ്താലും തെറ്റുകാരൻ തന്നെയാണ്. അപ്പൊ വഴി പിഴച്ചവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണോ? മുസ്ലിം ആയിരിക്കും. തെറ്റ് ചെയ്യുന്നവൻ മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും തെറ്റുകാരൻ തന്നെയാണ്. ചോദ്യം. അപ്പൊ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിൽ വഴി പിഴച്ചവർ എന്ന് വിളിക്കുന്നത് മുസൽമാനെയാണ് എന്ന് ഡാർക്ക് അംഗീകരിക്കുകയാണോ? ആണ്, ഞാൻ അംഗീകരിക്കാം. ഇവിടെ അപ്പൊ അംഗീകരിക്കണം. വഴി ഇവിടെ പിഴച്ച അംഗീകരിക്കണം, വേറെ എവിടെയെങ്കിലും ഞങ്ങൾ എന്തിനാ? അംഗീകരിക്കണം. ഞാൻ ഖുർആൻ അംഗീകരിക്കാത്ത ഒരാളാ. അപ്പൊ നിങ്ങൾ എന്നെ കൊണ്ട് അംഗീകരിപ്പിക്കണ്ട. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ ഖുറാനിൽ പറയുന്ന വഴി പിഴച്ചവർ മുസ്ലിങ്ങളാണ് എന്ന് തന്നെയല്ലേ താങ്കൾ പറയുന്നത്? മുസ്ലിങ്ങൾ വഴി പിഴച്ചവരും കാണും, വഴി പിഴക്കാത്തവരും കാണും, നല്ലവരും ചോദ്യം കാണും. അതല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന വഴി പിഴച്ചവർ മുസ്ലിങ്ങളാണോ അല്ലയോ? ആയിരിക്കും. ആണ്. ഞാൻ പറയുന്നു ആണ്. ഓക്കെ, താങ്ക് യു. അത് ഞാൻ സമ്മതിച്ചു. ഇനി കിട്ടിയോ? വഴി സമാധാനം. പിഴച്ചവരുടെ കേൾക്ക്. വഴി പിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നടത്തരുതേ എന്ന് ആ, പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ ആരെയും മുസ്ലിം ആക്കരുതേ എന്നാണോ? അങ്ങനല്ല. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കല്ലേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുന്നത് ആരാണ്? ചെയ്യിക്കാനുള്ള ചിന്ത കൊടുക്കുന്നത് ആരാണ്? അവന്റെ മനസ്സ് തന്നെയാണ്. അവന്റെ ബ്രെയിനും അവന്റെ മനസ്സും തന്നെയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവൻ തന്നെയാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കുന്നത് അവൻ തന്നെയാണ്. അവന്റെ മനസ്സും ശരീരവും ഇപ്പൊ എല്ലാം ഡാർക്ക് ഈ നിയന്ത്രിക്കുന്നത്. റൂമിൽ വന്ന് സംസാരിക്കണം എന്ന് അള്ളാഹു ഡാർക്കിനെ കുറിച്ച് ആഗ്രഹിച്ച സംഗതിയാണോ, അതോ അള്ളാഹു പറയാതെ
ഡാർക്കിന്റെ മനസ്സ് മാത്രം വന്ന് ചെയ്യുന്ന സംഗതിയാണോ? എന്റെ മനസ്സ് മാത്രം ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അള്ളാഹുവിന് ഇതിലൊരു റോളും ഇല്ല. നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ റോൾ ചെയ്യുന്നതെന്ന് അള്ളാഹുവിന് അറിയത്തില്ല. അള്ളാഹു ചെയ്യിക്കുന്നതല്ല. ശരിയല്ലേ? അല്ല എന്നാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പൊ താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും അള്ളാഹുവിന് ഒരു റോളും ഇല്ല. താങ്കൾക്ക് തോന്നിയതാണ് താങ്കൾ ചെയ്യുന്നത്. ശരിയാണോ? അതെ. താങ്കൾ ജനിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ എന്തൊക്കെ ചെയ്യണമെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ശുദ്ധ നുണയല്ലേ? ആയിരിക്കാം. താങ്ക് യു. അപ്പൊ വഴി പിഴച്ചെന്ന് താങ്കൾ പറയുന്ന മുസൽമാന്റെ വഴിയിൽ നടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാന്റെ പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നും, താങ്കൾ ചെയ്യുന്നതെല്ലാം താങ്കൾക്ക് തോന്നിയതുപോലെയാണെന്നും അള്ളാഹുവിന് അതിലൊരു റോളും ഇല്ല എന്നുമാണ് താങ്കൾ ഈ പറഞ്ഞതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? അംഗീകരിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം മതനിന്ദ നടത്തിയത് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കേണ്ടി വരില്ലേ? അതെനിക്കറിയില്ല. വഴിപിഴച്ചവരുടെ മാർഗത്തിൽ നടത്തുമ്പോൾ ഇസ്ലാം മതത്തെ മുഴുവനായിട്ട് വഴിപിഴച്ചവൻ എന്ന് അള്ളാഹു വിളിച്ചില്ലേ? ഞാൻ വളരെ വ്യക്തമായിട്ട് താങ്കളോട് 3 പ്രാവശ്യം ഓൺ റെക്കോർഡ് ചോദിച്ചിട്ടാണ് ഈ ചോദ്യത്തിലേക്ക് വന്നത്. മുസ്ലിങ്ങളാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നു, വഴി പിഴച്ചു എന്ന് താങ്കൾ അംഗീകരിക്കുന്നു, എല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങളെ വഴി പിഴച്ചവരെന്ന് വിളിക്കുന്ന അള്ളാഹു മതനിന്ദയാണോ നടത്തിയത്, അല്ലെങ്കിൽ ആ മതത്തെ നിന്ദിച്ചത് അള്ളാഹു ആണോ എന്നാണ് ചോദ്യം. തന്നെ അള്ളാഹ് തന്നെ. അതിനിപ്പോ എന്താ ചെയ്യാനുള്ളത്? ഓക്കെ. എന്റെ പൊന്നു ബ്രോ, കോടതിയിൽ ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇപ്പോൾ കുറ്റക്കാരൻ ഞങ്ങൾ ആരുമല്ല, അള്ളാഹു ആണ്. അപ്പൊ താഴെ ഇരുന്നോളൂ, ഡാർക്ക് താഴെ ഇരുന്നോളൂ. മതി, ഞാൻ ഇത്രത്തോളം മതി. മതിയോ ജനറൽ പകരം? അല്ല, ഇനി വേറെ ആർക്കെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുക്കാം. എനിക്ക് ഇത്രയും തെളിയിക്കേണ്ടി പുള്ളി മുസ്ലിം അല്ല എന്ന് മാത്രമേ തെളിയിക്കേണ്ടിയിരുന്നുള്ളൂ. തെളിഞ്ഞു. അല്ല, ഓൻ പറഞ്ഞല്ലോ വഴി പിഴച്ചവര് മുസൽമാനുകളാണെന്ന് ഓൻ പറഞ്ഞു. അതാണ്, അള്ളാഹുവിനെയും ഖുറാനെയും തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന് ദീനിൽ വല്ല കാര്യം സ്ഥാനമുണ്ടോ? എന്തുണ്ടെങ്കിലും എന്തുകൊണ്ടാ ഈ മാരുതി കുത്തിയുടെ കാര്യവും അല്ലെങ്കിൽ ആയിഷയുടെ കാര്യവും പിന്നെ സഫ്വാന്റെ കാര്യവും എല്ലാം ന്യായീകരിക്കേണ്ട ഗതികേട് വരുന്നത് എന്തുകൊണ്ടാ? മതത്തെ തള്ളി പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാ. ഈ പുള്ളി പച്ചയ്ക്ക് അത് തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇനി പുള്ളി ദീനിലിരിക്കുന്നത് പുള്ളിക്ക് തന്നെ ആലോചിക്കാം അത് ശരിയാണോ അല്ലയോ എന്ന്. കാരണം ഖുറാനെയും ഞമ്മക്ക് ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞമ്മക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ദീനൊന്നുമില്ലാന്ന്. ഇദ്ദേഹം ദീനെല്ലാം വിട്ടതാണ്. ആ നല്ല ആള്. എണീച്ച് പാളെ. അനിൽ പാസ്റ്റർ വന്നിട്ടുണ്ട്. അനിൽ പാസ്റ്റർ പ്രൈസലോട്ട്. ഒരു ദീനിൽ നിന്ന് പുറത്തു പോയ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹു ആണ് ഈ ഇസ്ലാം വിശ്വാസികളെല്ലാം വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നത്. അതാണ്ട് ഇവിടെ ഇതിപ്പുണ്ട്. ഡാർക്ക് ഇപ്പൊ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. പാസ്റ്റർ കേട്ടായിരുന്നോ? ഒന്ന് പറഞ്ഞു കൊടുക്കൂ ജനറൽ പകരം. അല്ല, ഇവിടെയുള്ള ഡാർക്ക് എന്ന് പറഞ്ഞ ഒരു മുസൽമാന് ഇപ്പം ഫാത്തിഹയിലെ 7ാമത്തെ ആയത്ത് ഓതിയിട്ട് അതിന്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, കോപത്തിന് ഇരയായവരും വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നടത്തരുതേ നാഥാ എന്ന് പറയുന്നുണ്ടല്ലോ. അന്നേരം ആ കോപത്തിന് ഇരയായവരും വഴിപിഴച്ചവരും മുസൽമാനുകളാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ഒരു മുസൽമാനാണ്. വഴി പിഴച്ചു പോയത് ഇദ്ദേഹം പറഞ്ഞത് വഴി പിഴച്ചത് മുസൽമാനുകൾക്കാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന് വലിയ പിടിയുള്ള ഒരാളല്ല, അത് വിട്ടേക്ക്. ഒന്നും കിട്ടാവുന്നില്ല. മുസൽമാനികൾ മാത്രമാണോ വഴിപിഴയ്ക്കുന്നത്? മനുഷ്യരായ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അല്ലല്ല, പേടമാനും കലമാനും വരയന്മാനും കുത്തുമാനും എല്ലാം വഴിപിഴയ്ക്കും. അതെ, എല്ലാ ജീവജാലങ്ങൾക്കും തെറ്റ് പറ്റും. ആണോ? ഉറപ്പാണോ? മനസ്സിലായില്ലേ?
ഉറപ്പാണ്. പക്ഷെ ഏറ്റവും ഇല്ല അധികം തെറ്റ് പറ്റിയത് മുഹമ്മദിനും അള്ളാഹിക്കുമാണ്. അതാ ഞങ്ങൾ വാദിക്കുന്നത്. ഇല്ല, തെറ്റ് പറ്റാത്ത ഒരാളെ ഞാൻ അത് കാണിച്ചു നിങ്ങളുടെ തന്നാലോ? അത് നിങ്ങളുടെ തെറ്റ് വാദമാണ്. അത് പറ്റാത്ത നിങ്ങൾ ഒരാളെ ഞാൻ തെളിയിക്കേണ്ടത് കാണിച്ചു തന്നാലോ? നമ്മുടെ തെറ്റ് ദൈവത്തിനോടാണ്. ദൈവത്തിനോട് തെറ്റ് നിങ്ങൾ പറ്റാത്ത പോയി ഒരാളെ ചോദിക്കണം. കാണിച്ചു തരട്ടെ. തെറ്റ് പറ്റാത്ത ഒരാളെ കാണിച്ചു തരട്ടെ. ആരാണ്? ഈസാ നബി. യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങളുടെ ഖുറാനില് ഈസാ നബി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പുള്ളി തെറ്റ് ചെയ്തതായിട്ട് ഖുറാൻ പറയുന്നില്ല. ഞങ്ങളുടെ ബൈബിളിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ യേശു ക്രിസ്തു തെറ്റ് ചെയ്തതായിട്ട് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. ഉണ്ടെങ്കിൽ ആ ഞാൻ തെറ്റൊന്ന് കാണിക്കാവോ? പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പക്ഷെ എന്റെ ഒരു അല്ല, നിങ്ങളുടെ നമ്മുടെ ഖുറാനിലെ ഈസാ നബി ചെയ്ത തെറ്റ് നിങ്ങൾ പറഞ്ഞു എല്ലാ മനുഷ്യരും തെറ്റുകാരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, എനിക്കത് തെളിയിക്കണം. ഈസാ നബി ചെയ്ത തെറ്റെന്ത് ഖുറാൻ അനുസരിച്ച് ഒന്ന് പറയാവോ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കേസ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ കേസ് നമ്മുടെ നാട്ടിലായാലും അങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും എല്ലാ മനുഷ്യരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ കേസ് നമ്മുടെ നാട്ടിലായാലും അങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും എല്ലാ മനുഷ്യരും തെറ്റുകാരാണ് എന്ന് പറയരുത്. കാരണം ഈസാ നബി തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും വഴിപഴിച്ചവരാന്ന് പറയരുത്. കാരണം ഈസാ നബി തെറ്റ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ബൈബിളിലേക്ക് വരൂ. ബൈബിളിൽ ഒരു യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. യേശു ക്രിസ്തു തെറ്റ് ചെയ്തതായിട്ട് 5 രാജാക്കന്മാർ 7 പ്രാവശ്യം വിധിച്ചിട്ടും അവസാനം എഴുന്നേറ്റിട്ട് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഈ രക്തത്തിൽ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ കുറ്റമില്ലാത്ത മനസാക്ഷിയോട് കുറ്റമില്ലാത്ത ഒരു ജീവിച്ചിരുന്നുവെന്നും കുറ്റം ചെയ്യാത്ത വ്യക്തിയെ കുറ്റം ചെയ്തവർക്ക് പകരമായി ബലിയാക്കി യാഗമായി എന്ന് വിശ്വസിക്കുന്നതുമാണ് ക്രൈസ്തവതയുടെ മാന്യത. അതുകൊണ്ട് നമ്മൾ ചെയ്ത പാപത്തിന് പറഞ്ഞിട്ടുണ്ട്. പരിഹാരമായി നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായി തെറ്റുകാരനായ താങ്കളോ തെറ്റുകാരനായ ഞാനോ യാഗമായി തീരുവാൻ കഴിയാത്ത സ്ഥാനത്ത് കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതെ ജീവിച്ച ക്രിസ്തു യാഗമാകുകയാണ്. അങ്ങനെയാണ് പാപത്തിന് പരിഹാരമാകുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അല്ലാതെ അപ്പൊ യേ- ഇതാണ് യേശു എനിക്ക് പറയാനുള്ളത്. ഇല്ല. ഈ ഞാൻ പറയാനുള്ളതെന്ന് താങ്കൾക്ക് തെറ്റ് കാണിച്ചു തരാൻ ഒരു കാര്യം ക്രിസ്തുവിൽ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല. ഓക്കെ, ഞാൻ യേശു ഞാൻ ക്രിസ്തു സമ്മതിച്ചെന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വളരെ നന്നായി. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കൂടെ സമയം സന്തോഷായി. സ്പെൻഡ് ചെയ്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു. പോയോ? വളരെ നന്നായി ജെന്റിൽ ബ്രദറെ, താങ്ക് യു. ഇല്ല, ഞാൻ താഴെ ഇറക്കിയതാ. എന്റെ കഴിഞ്ഞല്ലോ, ചർച്ച കഴിഞ്ഞല്ലോ. ഇനി ആ വേറെ എന്താണ് നിങ്ങൾ അത് എല്ലാം സമ്മതിച്ചു കഴിഞ്ഞ സ്ഥാനത്ത് പിന്നെ ആർക്കെങ്കിലും ഇരുത്തണോ? ആ മതി. പിന്നെ ഇത് എന്റെ ഒരു ചോദ്യമാണ്. അല്ല, നല്ല ടൈമിംഗ് ആയിരുന്നു. വേണമെങ്കിൽ കറക്റ്റ് മുകളിലേക്ക് ടൈമിലാണ്. വിളിക്കാം. വേണ്ട, അല്ല, അദ്ദേഹം പറഞ്ഞു കോപത്തിനിരയായവരും അള്ളാഹു തന്നെയാണ് ഈ വഴിപിഴച്ചവരും ഇസ്ലാം വിശ്വാസികളെ വഴിപിഴപ്പിക്കുന്നത്. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തോ അങ്ങനല്ലേ വേണം? പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞ മോനെ വഴിപിഴച്ചവര് മുസ്ലിങ്ങളാണെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ എന്താ വേണം നിങ്ങൾക്ക്? ജനറൽ പറഞ്ഞ അങ്ങനല്ലേ പറഞ്ഞത്? ഇസ്ലാം വിശ്വാസികളെ ഓൺ വഴിപിഴപ്പിക്കുന്നത് അള്ളാഹുവാണ്. ഓൺ റെക്കോർഡാണല്ലോ. നമുക്ക് പിന്നെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഫാത്തിഹയുടെ കേൾക്കാവുന്നതല്ലേ. 6-ാം ആയത്തിൽ പറയുന്നു, ഈ ഇസ്ലാമിക വിശ്വാസികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഡാർക്ക് പറഞ്ഞത്. ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? ഇല്ല, അങ്ങനെ തന്നെ പറഞ്ഞതെന്നാണ് എന്റെയും ആരും കേട്ടില്ലയോ? അണ്ടർസ്റ്റാൻഡിങ്. മുകളിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണോ? ആരും അനങ്ങുന്നില്ല. അല്ല, പുള്ളിക്ക് ഇനി എന്താ പറയാനുള്ളത്? വല്ല പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ഒന്ന് പറയട്ടെ. നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല. നമുക്ക് ഒരാള് ഡാർക്ക് മുകളിലേക്ക് വരും. എല്ലാരും മൗനമായിരിക്കുന്നു.
ഞങ്ങള് കേൾക്കുന്നുണ്ട് അച്ചായ. ഡാർക്ക് മോഡലിലേക്ക് വരും. അല്ല, ഡാർക്ക് മുമ്പേ വന്നപ്പം അതാ മുകളിൽ ഞാൻ എന്ത് പറയുന്നത് കേൾക്കുന്നില്ല. ഡാർക്ക് മുമ്പേ വന്നപ്പം മുകളിലേക്ക് ആ കടന്നു വന്ന ഡാർക്ക് മോളിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നാണ് പറഞ്ഞത്? ഇപ്പൊ എല്ലാരും എന്റെ സൗണ്ട് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം ഇപ്പോഴും കേൾക്കുന്നില്ല. കേൾക്കാം അച്ചായ. ഞങ്ങള് പറയുന്ന അച്ചായ ഓഡിബിൾ ആണ് അച്ഛൻ, ഓഡിബിൾ ആണ്. കേൾക്കാം 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 കേൾക്കാം. അല്ല, ഓൻ പറഞ്ഞത് എന്നെ അൽപാസ ഞാൻ കണ്ടിട്ടാ പറയുന്നത് വന്നതാണെന്ന്. കേൾക്കാമോ? എന്താ? അത് കഴിഞ്ഞല്ലോ. അൽപാസ ഉസ്മാനെ നിന്നെ കണ്ടിട്ടാണ് വന്നതെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ആരും ചൂചാൻ പറഞ്ഞില്ല. സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ? എന്റെ നെറ്റ് പോയോ? അച്ഛൻ കുഞ്ചാ ഇല്ല ഇല്ല, അച്ഛൻ ഉണ്ട്, പറയുന്നത് കേൾക്കാം. ഞങ്ങൾക്ക് കേൾക്കാം. ഞങ്ങള് പറയുന്ന അച്ഛൻ കുഞ്ഞാച്ചാൻ കേൾക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഇറങ്ങി കയറുവാണെങ്കിൽ കറക്റ്റ് ആവുമായിരിക്കും. ആരുടെ ഒരു മെസ്സേജ് വല്ലതും അയക്കാൻ പറ്റുമെങ്കിൽ അയച്ചാൽ. അല്ല, ഓൻ എന്താണ് എന്നോട് കുഴപ്പം എന്താണ്? അത് കഴിഞ്ഞ്, അത് മനസ്സിലായില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞതാ, ഇനി എടുത്തിട്ട് പറയാൻ വയ്യ. അയൽപാസറെ സമയമുണ്ടോ സംസാരിക്കാൻ? ഞാൻ ഒരു 5 മിനിറ്റുള്ളിൽ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ? അച്ഛൻ കുഞ്ഞാൻ ഹലോ, പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. കേട്ടായിരുന്നു, എല്ലാം കേട്ടു. ഇപ്പൊ എല്ലാം പറഞ്ഞോ. ഡാർക്ക് ഒന്ന് അത് മ്യൂട്ട് ചെയ്ത്. ഡാർക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത്. അച്ചുവിൻ ചായ പറയുന്ന കേൾക്കുന്നുണ്ട്. അച്ചുവിൻ ഞാൻ കേൾക്കാമോ? ഹലോ അച്ചുവിൻ ചായ. ആ അച്ഛൻ ഓക്കെ, അച്ചുവിൻ ചായ കേൾക്കുന്നുണ്ട്. കേൾക്കാം കേൾക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ട് എന്നിട്ട് മൗനമായിരുന്നു. ഞങ്ങളെ ഞങ്ങൾ ഞങ്ങള് പറയും പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അച്ചുവിൻ ചായ ഞങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട്. പറയുന്നത് അച്ഛൻ കേൾക്കുന്നില്ല. ഓ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ആ ഞാൻ ഡാർക്കിനെ മോഡലിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഡാർക്ക് ഒരു തീരുമാനത്തിലെത്തിയായിരുന്നു. ഇതാ ഓക്കെ, ഇല്ല ഇല്ല, രാജേന്ദ്ര ക്യാരി ഓൺ. അപ്പോഴ് ഡാർക്ക് ഒരു തീരുമാനത്തിലെത്തി. അള്ളാഹുവാണ് ഇസ്ലാം വിശ്വാസികളെ മുഴുവൻ വഴിപഠിപ്പിക്കുന്നത്. ഫാത്തിഹ 1-6 ആയത്ത്, ഒന്നാം അധ്യായം അതിന്റെ 6 ആയത്തിൽ പറയുന്നത് സകല മുസ്ലിങ്ങളെയും വഴിപഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അതിൽ കുറച്ചു പേര് രക്ഷപ്പെടുന്നുണ്ട്. അത് എന്താണെന്നുള്ളതൊന്ന് പഠിക്കണമായിരുന്നു. ഈ വ്യഭിചാരത്തെ കുറിച്ച് ഡാർക്കിന് വല്ലതും അറിയാമോ? ഡാർക്ക് അച്ചോ, അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊക്കെ അറിയാം. പിന്നെ അത് അച്ഛന് ഏത് രീതിയിൽ അറിയേണ്ടത് എനിക്കറിയില്ല. അല്ല, ഈ വ്യഭിചാരം എന്ന് ഒരു പറഞ്ഞ എന്താണ്? പുരുഷന്റെ ഞാൻ ചോദിക്കാം, വ്യക്തമായിട്ട് ചോദിക്കാം. ഡാർക്ക്, ഞാൻ ഓഡിബിൾ ആണോ? കേക്കാം കേക്കാം. അതെ അതെ അതെ. ഒരു കാര്യം 10 പ്രാവശ്യം ചോദിക്കാൻ വയ്യ, അതുകൊണ്ടാ ചോദിക്കണം. ഡാർക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്നില്ലെങ്കിൽ അപ്പൊ പറയാ കേൾക്കുന്നില്ല എന്ന്. ഓക്കെ, അപ്പൊ എന്റെ കൂട്ടുകാര് ഇവിടെ ഇരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളും. ഓക്കെ, ഡാർക്ക് കേട്ടോ. ഖുറാനില് ഒരായത്തനുസരിച്ചിട്ട് സൂറത്തുൽ മാഇദ 5-ാമത്തെ ആയത്ത്. ഏട്ടാ, മാഇദ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ? പറയാ നീ. വേറൊന്നും വിചാരിക്കല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഞാന് ആധികാരികമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഒന്നാമത്തെ കേസ് ആദ്യമേ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അർത്ഥങ്ങൾ എനിക്ക് പറഞ്ഞു താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല പറഞ്ഞു തരാൻ. അതല്ല ചോദിക്കാൻ വേണ്ടത്, താങ്കൾക്ക് മനസ്സിലായില്ല ചോദ്യം. ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിൽ ബേസിക് ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യം, അത് ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ അർത്ഥം ചോദിക്കാനല്ല ഞാൻ പറയുന്നത്. അല്ല, അർത്ഥം ചോദിക്കുകയല്ല. ഓക്കെ, ആ, ആരെങ്കിലും സൂറത്തുൽ മാഇദ 5 എടുക്കാവോ? 5-5 നമുക്ക് ഈ പുള്ളിക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. ഞാൻ വായിക്കാം. ഡാർക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്. ഓക്കെ, വായിച്ചോളൂ. ഒരു സെക്കൻഡ്. ഈ ഭക്ഷണത്തളിക എഴുതിയതല്ലേ? അതെ, ഹലോ, കാര്യം തീറ്റ കാര്യം. ഭക്ഷണത്തളിക എഴുതിയത് ഖുറാനിലെ 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ ആയത്ത്. എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു.
വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിലാണ്, അത് വായിക്കണം, നിങ്ങൾക്ക് വേണ്ട വേണ്ട അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഓക്കെ. ഡാർക്ക് ചോദ്യം: മറ്റൊരുത്തന്റെ ഭാര്യയെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് കൂട്ടിക്കൊടുക്കലാണോ? ആണല്ലോ. അല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ അതിനെ പറയണത്? ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആ- ആയത്ത് അവതരിപ്പിച്ചത് ആരാണ്? ഇവിടെ കൂട്ടിക്കൊടുത്തത് ആരാണ്? അവിടെ അതിന് പല കാര്യങ്ങളുണ്ട് ബ്രോ. അതിപ്പം എനിക്ക് എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഏ പക്ഷെ അങ്ങനെ ഞാനതിന് പറയല്ലേ, അങ്ങനെ പറയല്ലേ, ഒഴിഞ്ഞു മാറല്ലേ. അതൊക്കെ ഈസി ഒഴിഞ്ഞു ആയിട്ടുള്ള മാറി പരിപാടിയല്ലേ, അതൊക്കെ ഭീരുക്കളുടെ സ്വഭാവം. നിങ്ങൾ പറ, ഈ ആയത്ത് അവതരിപ്പിച്ചത് ആരാണ്? ഡാർക്കെ പോയോ? ഈ ആയത്ത് അവതരിപ്പിച്ചത് ആരാണ്? അവതരിപ്പിച്ചത് ആരാ? ഇപ്പം അച്ഛനല്ലേ അവതരിപ്പിച്ചത്? ഖുറാൻ. എനിക്ക് ഞാൻ ചിരിക്കണം കരയണം. ഖുറാന്റെ ആയത്ത് അവതരിപ്പിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. എനിക്ക് ഉറപ്പില്ല. ഓക്കെ, പോട്ടെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ഈ ആയത്തിൽ ക്രിസ്ത്യാനിയുടെ ഭാര്യയെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ, ഇസ്ലാം അല്ലാത്ത മറ്റു മതസ്ഥരുടെ ഭാര്യമാരെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റു പുരുഷന്റെ ഭാര്യയെ മുസ്ലിമിന് അനുവദിച്ചു കൊടുക്കുന്ന പരിപാടി പച്ച മലയാളത്തിൽ വ്യഭിചാരത്തിനുള്ള ആഹ്വാനമല്ലേ എന്നാണ് എന്റെ ചോദ്യം. ആയിരിക്കാം. മാമാപ്പണി എന്ന് പറഞ്ഞൂടെ? ആയിരിക്കാമെന്നല്ല, ആ വ്യക്തമായിട്ട് ഉത്തരം ആണ് പറയണം. ആണ് അല്ലെങ്കിൽ ആണ് അല്ല. ആണ് ആണ്. അപ്പൊ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പറയുന്നത് മറ്റ് സ്ത്രീകളെ വ്യഭിചരിക്കാനുള്ള ആഹ്വാനമാണ് ഈ ആയത്ത് എന്ന് തന്നെയല്ലേ? അതെനിക്കറിയില്ല. കാരണം ഇതിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒഴികഴിവ് പറയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ആ ആയത്ത് നിങ്ങളൊന്ന് എടുത്ത് വായിക്ക്. താങ്കൾക്ക് അതിന് വയ്യ. അപ്പൊ ഞങ്ങൾ വായിച്ചു തന്നു. ഞങ്ങൾ വായിച്ചപ്പോ താങ്കൾ പറയണു അത് അങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. ഇതെന്തോ ഈ ന്യായമാണ്, മുടന്തൻ ന്യായം എന്ന് പറയും. മുടന്തൻ ന്യായോ? അതെനിക്ക് അങ്ങനെ തോന്നണില്ല. മനസ്സിലായില്ലേ നിങ്ങള്? എന്നാൽ താങ്കൾ പറയൂ, ഈ ആയത്തൊന്ന് വായിച്ചിട്ട് എന്റെ അർത്ഥം ഒന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞു തന്നതിൽ തെറ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പറ. നിങ്ങൾ പറയുന്നതായിരിക്കും ശരി. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ പ്രശ്നം തീർക്കാൻ ഇത് കുടുംബ പ്രശ്നമൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് ചെയ്തത് ശരിയാണോ? മറ്റൊരുത്തന്റെ ഭാര്യയെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത്. അപ്പൊ സത്യമാ, പഠിപ്പിക്കാൻ ഞാൻ വന്നതല്ല. തുറന്നു വയ്ക്കും. ഡാർക്ക് കല്യാണം കഴിഞ്ഞാണോ? ആണാണ്. ഡാർക്കിന്റെ ഭാര്യയെ ഒരാൾ എടുത്തിട്ട് മറ്റൊരു എന്താ പറയാ, മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഒരു ദൈവം. അത് അംഗീകരിക്കാൻ പറ്റുമോ? അവന്റെ ചേറ്റ അടിക്കാൻ പൊട്ടിക്കും എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാമോ? എന്റെ പൊന്നു ബ്രോ, ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? നമുക്കിപ്പോ എല്ലാവരും നമ്മുടെ കഴിഞ്ഞു. ഭാര്യനെ മറ്റൊരുത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവളെ മനഃപൂർവ്വം ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു എന്നല്ലേ? അപ്പോ അങ്ങനെ കൊടുക്കാൻ അല്ലെങ്കിൽ അനുവദിച്ച്, ഇപ്പം മുഹമ്മദ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ഒരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിച്ചാൽ, പെണ്ണിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ആ പെണ്ണിനെ മുഹമ്മദിന് കൊടുക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? അതൊരിക്കലും അംഗീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇനി സത്യമായിട്ട് എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, താങ്കൾ ഏഹ് മുസൽമാനാണോ എക്സ് മുസ്ലിം ആണോ അത് ഇസ്ലാമിനെ ട്രോളാൻ വന്ന ആളാണോ? ഞാന് അതിന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് വേറൊരു യാഥാർത്ഥ്യം. സത്യം, അത് ഞാൻ യാഥാർത്ഥ്യമാണ്, അതിന്റെ ഇസ്ലാം ആവശ്യമില്ല. പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചത് ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ശരിയാണോ ഒരാളാണ്. എന്ന് അറിയാൻ വേണ്ടി മാത്രം, എന്റെ സംശയം കാരണം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. കാരണം എനിക്ക് എല്ലാ മതവും ഒന്നാണ്. ഞാൻ ഇസ്ലാമിൽ എന്റെ കുടുംബം ഇസ്ലാമിൽപ്പെട്ടതാണ്. ഞാൻ ഇസ്ലാമിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എന്റെ മതമാണ് വലുത്, മറ്റുള്ള മതങ്ങൾ താഴ്ന്നതാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല. ഒരു വ്യക്തി, പാവപ്പെട്ട വ്യക്തി, പണക്കാരൻ വ്യക്തി എന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ വ്യക്തികളും ഇപ്പൊ എന്റെ കഫീലായാൽ പോലും എനിക്ക് അങ്ങേര് എന്റെ ഒരു എനിക്ക് ജോലി തന്നിരിക്കുന്ന ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. എന്നെ അടിമയായിട്ട് നിർത്താൻ ആർക്കും പറ്റൂല എന്നാണ് എന്റെ ഒരു വിശ്വാസം. മനസ്സിലായില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, അതിനൊരിക്കലും ഞാൻ എതിര് പറയില്ല. ഇത് മാത്രമേ എനിക്ക് എന്റെ എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ. ഞാൻ അത്രയ്ക്കും ഒരു ചെറിയ ഒരാളാണ്. എനിക്ക് അതിനും മുകളിലോട്ടുള്ള അറിവുകളോ നിങ്ങൾ പഠിച്ച കണക്കത്തുള്ള പഠിപ്പുകളോ ഒന്നും എനിക്കില്ല. എനിക്ക് ഇത്രയുള്ള അറിവുകളേ ഉള്ളൂ. ആ അറിവ് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമായിരിക്കും. ഇവിടെ വന്നപ്പോൾ ഇസ്ലാമിക പരവുമല്ല, ക്രിസ്ത്യൻ പരവുമല്ല, വേറൊരു എന്തൊക്കെയോ രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പൊ ഞാൻ ഈ ഉസ്മാനെ കണ്ടിട്ട് ഉസ്മാന്റെ അടുത്ത്, എന്താണ് ഉസ്മാനെ നീ ഇവിടെ സംസാരിക്കാൻ വന്നത് കാര്യം, അല്ലെ നീ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്താണ് വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വന്നത്. അപ്പം ഞാൻ പഠിച്ച ഇസ്ലാമില് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, മറ്റ് മതങ്ങളെ നിന്റെ മതത്തെ പോലെ തന്നെ നീ സ്നേഹിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അത് എവിടെയാ സ്നേഹിക്കണം. പറഞ്ഞിരിക്കണത്? ഏഹ്? അങ്ങനെ എവിടെയാ പറഞ്ഞിരിക്കണത്? അത് 5-ന്റെ എവിടെയാണ് 51 പറഞ്ഞിരിക്കുന്നത്? 5-ന്റെ അതിൽ 51 പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന വാക്ക് എനിക്കറിയാം. 5-ന്റെ 51 പറഞ്ഞിട്ടുണ്ട്. 5-ന്റെ 51 എന്താ പറയണത്? ഞാൻ പറയട്ടെ. ആ, അതെ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മറ്റു മതങ്ങളെ ബഹുമാനിക്കണമെന്നാ? ആ അല്ല, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ അർത്ഥം. അതിന്റെ അർത്ഥം അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് അങ്ങനത്തെ രീതിയിൽ കാണണമെങ്കിൽ, നെഗറ്റീവായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. എനിക്കൊരു വിഷയമുള്ള കേസല്ല. ഞാൻ പോസിറ്റീവായിട്ടാണ് കാണാൻ അല്ലടാ, ശ്രമിക്കുന്നത്. ഞാൻ താങ്കൾ ആരേലും അർത്ഥം പോസിറ്റീവായിട്ടാണ് 5-ന്റെ കാണുന്നത്. 51 തെറ്റി വായിക്കാമോ പറഞ്ഞപ്പോ ഞാൻ ആരേലും? പറഞ്ഞ അതിന് അത്രേ ഉള്ളൂ. തെറ്റുണ്ടോ? ഞാൻ അങ്ങനെ കാണുന്നത് തെറ്റുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തെറ്റുണ്ട്. മതം മുഴുവൻ ഏഹ് അള്ളാഹുവിനാകുന്നത് വരെ, മതം മുഴുവൻ എങ്ങനെ? അള്ളാഹുവിനാകുന്നത് വരെ. ഒന്നുകൂടെ ഹലോ, പറയാം, കേക്കണ്ടോ? കേക്കാം കേൾക്കാനുണ്ടോ? കേക്കാം. ഞാൻ വായിക്കാം. ഓക്കെ. ഞാൻ വായിക്കാം. മതം ഞാൻ മുഴുവൻ വായിച്ചാ മതിയോ? ഓക്കെ. ഞാൻ വായിച്ചാ മതിയോ? ഹലോ, ചേട്ടാ, കേൾക്കാമോ? അച്ഛാ, എനിക്ക് കേക്കാം കേക്കാം ആ, കേക്കാം. അച്ഛൻ കേൾക്കാമോ? വായിച്ചു. ആ, ഓക്കെ ഞാനിത് പഠിക്കാനല്ല ഓക്കെ ഇവിടെ ഓക്കെ വന്ന, ഓക്കെ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനും അല്ല വന്ന. വായിക്കാമല്ലോ. വായിച്ചാട്ടെ വായിച്ചോളൂ. വായിച്ചാട്ടെ വായിച്ചാട്ടെ. ഓക്കെ. ഞാൻ എടുക്കട്ടെ. മർദ്ദനം ഇല്ലാതാവുകയും, അതായത് പശു എഴുതിയ പുസ്തകം 104, 193. ഓക്കെ. അതായത് ഖുർആൻ 2-ാം അധ്യായം 193. മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ വിരമിക്കുന്നുണ്ടെങ്കിൽ അക്രമികൾക്കെതിരെ അല്ലാതെ പിന്നെ യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. അപ്പം മർദ്ദനം ഇല്ലാതാകെ അള്ളാഹുവിന് വേണ്ടി ആകണം. പിന്നെ 4, അതായത് സ്ത്രീകൾ എഴുതിയ പുസ്തകം, 4-ാം അധ്യായം അതിന്റെ 104-ാമത്തെ ആയത്ത്. ശത്രുജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്.
നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ അവർക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇവിടെ ഓക്കെ ഡാർക്കെ ഓക്കെ. മതം മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ വേറൊരു മതവും പാടില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അള്ളാഹുവിന്റെ മതം മാത്രം, അള്ളാഹുവിന്റെ ദീൻ മാത്രം മതി എന്നല്ല എന്റെ അർത്ഥം. മതം അങ്ങനെയൊന്നും അല്ല. മുഴുവൻ, പിന്നെ അതിന്റെ അർത്ഥം എന്താ? മതം മുഴുവൻ അതിന് അള്ളാഹുവിനാകുന്നത് വരെ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് എനിക്കറിയില്ല ബ്രോ. അപ്പൊ അത് പക്ഷെ അത് അങ്ങനെ അറിയാത്ത സംഗതി അങ്ങനെ അല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം അത് അത് അങ്ങനെ അല്ല എന്ന്? ആ, ഇതൊക്കെ നിങ്ങൾ അറിയാവുന്നവരുടെ അടുത്ത് ചോദിക്കണം. ഒരു കാര്യം ചെയ്യോ ഡാർക്കിന്റെ ആത്മാർത്ഥതയെ മാനിക്കുക. ഡാർക്ക് ഒരു കാര്യം ചെയ്യും, അല്ല, അറിയുന്ന മതം ഒരാളെ മുഴുവന് വിളിച്ചോണ്ട് വരും. ഞാൻ പറയാം മതം മുഴുവൻ അള്ളാഹുവിനാകുന്നിടം വരെ എന്ന് വെച്ചാല് ഖുറാനിൽ ഒരായത്തുണ്ട്, അള്ളാഹുവിന്റെ മതം ഇസ്ലാം ആണെന്ന് ഒരായത്തുണ്ട്. അന്നേരം മതം മുഴുവൻ അള്ളാഹുവിനാകുന്നിടം വരെ എന്ന് വെച്ചാൽ എല്ലാവരും അള്ളാഹുവിന്റെ മതം, അതായത് ഇസ്ലാം ആകുന്നിടം വരെ. അത് വളരെ വ്യക്തമാണ്. ജെന്റിൽ പറഞ്ഞോളൂ. അങ്ങനെ അപ്പൊ അങ്ങനെ ആരും മതത്തിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മതത്തിലേക്ക് യുദ്ധം ചെയ്യൂ? മതത്തിലേക്ക് വരുന്നത് വരെ യുദ്ധം ചെയ്യും. അതിനെ ഞങ്ങൾ ജിഹാദ് എന്ന് വിളിക്കും. ആ, ചുമ്മാതല്ല ഗാസയിലൊക്കെ ബോംബ് പൊട്ടണത്. ഞാൻ എന്റെ കൂട്ടുകാരനെ നേരത്തെ താഴെ ഇറക്കിയതാണ്. നിങ്ങൾ ജെന്റിലെ മൗനമായിരുന്നത് എന്ത്? ഇല്ല ജെന്റിലെ കുഴപ്പമില്ല, പറ്റില്ല. ഇറ്റ്സ് ആൻ എന്റർടൈൻമെന്റ്. നമുക്ക് തമാശ രീതിയിൽ നമ്മൾ എടുക്കുന്നുള്ളൂ, നമ്മൾ സീരിയസ് അല്ലല്ലോ. ജെന്റിലെ ആ കൈ തോക്കുമല്ലോ ഉണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? സ്വയം വെടിവെച്ച് ഞാൻ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അത് ഇവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ട്, ടിഷ്യൂ എടുത്ത് ടിഷ്യൂ എന്ന് പറയും. അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കാം. ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ഇതൊക്കെ പഠിക്കാത്തതിൽ, അതെ, അല്ലേ? സത്യം. നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. എല്ലാ അല്ലേ? മുസ്ലിമീങ്ങളും അത് സത്യമായിട്ട് പറയുക. ഈ ബോംബ് പൊട്ടിക്കാൻ പോകുന്നതും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആക്കാൻ പോവുകയും ചെയ്യുന്നതാണ് ഈ താങ്കൾ പറഞ്ഞത് കാരണമെങ്കിൽ അത് ആ, പഠിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഇതാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അതെ. ഞങ്ങളും പറയുന്നത് ഇത്രേ ഉള്ളൂ. വംശത്തെ മാത്രം ബ്രദറെ, പിടിച്ചാ പോരെ? അത്രേ ഞങ്ങളും പറയുന്നുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ അതേ സ്റ്റാൻഡാണ്. നിങ്ങൾ പറയുന്നതും ഇങ്ങനെ ഒരു മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ കൊല്ലാനും മറ്റു മതസ്ഥർ തെറ്റാണെന്നും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണെന്നും നിങ്ങൾ പറയുന്നത് പോലെ തന്നെയേ ഞങ്ങൾക്കും അഭിപ്രായമുള്ളൂ. താങ്കൾ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് പച്ച മനുഷ്യനായതുകൊണ്ടാണ് താങ്കൾ ഇതൊക്കെ അംഗീകരിച്ച്. പക്ഷേ താങ്കൾ ഒരു മതം പഠിച്ച വ്യക്തിയായിരുന്നെങ്കിൽ താങ്കൾ ഇതെല്ലാം വെള്ളപൂശിയനെ. താങ്കൾ ഏതെങ്കിലും രീതിയിൽ അതിന്റെ അർത്ഥം ഇതാണ്, ഇതിന്റെ അർത്ഥം അതാണ്, അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇട്ട് തട്ടിക്കളഞ്ഞത്. ഇവിടെ കുറെ ആൾക്കാർ വരും, അവരോട് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഡാർക്കിന് കൊച്ചു കുട്ടിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഡാർക്കിന് പെൺകുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, 5 വയസ്സും 8 മാസവും പ്രായമുള്ള പെൺകുട്ടിയെ പച്ചപ്പട്ടിൽ പൊതിഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയെ നീ വിവാഹം കഴിക്കണം എന്ന് പറയുകയും ആ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോ അവന്റെ ഉപ്പാക്ക് കൊടുക്കാൻ മനസ്സോടുകൂടെ 5 വയസ്സും 8 മാസം പ്രായമുള്ള കുട്ടിയെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്ന ഗതികേട് അംഗീകരിക്കാൻ പറ്റുന്ന ഗതികേടാണോ? ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റിയ കാര്യമാണോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, അതൊക്കെ തെറ്റല്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. പണ്ട് അറേബ്യയിൽ 5 വയസ്സും 8 മാസവും പ്രായമുള്ള കുട്ടിയെ നിക്കാഹ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരെക്കാൾ എത്രയോ മാന്യനാണ് താങ്കൾ. താങ്കൾ പച്ചയ്ക്ക് അത് അറിയില്ല. തെറ്റാന്ന് പറഞ്ഞല്ലോ. ഞാൻ നല്ലവനാണോ കെട്ടവനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആരും വേറിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്ക് മതം ഒരു വഴിയാണ്. അതൊരു അവസാനത്തെ ഓപ്ഷനാണ്. ആൾക്കാർക്ക് തെറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നെ പുറത്ത് തരണേ അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരണേ എന്ന് ആകാശത്ത് നോക്കി വിളിക്കാനൊരു ഓപ്പ്, അത്രേ ഉള്ളൂ. അല്ല ചിലപ്പോ ബ്രദറെ, പുറത്ത് ഞാൻ കിട്ടിയാലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞത് താങ്കളുടെ ഒരു മാനുഷികമായ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ്. മതം അതിനൊക്കെ ആയിരിക്കാം. പക്ഷെ മതം മാത്രമല്ല ഉള്ളത്,
മാർഗം എന്ന് പറയുന്ന ഒരു നടക്കാനുള്ള ഒരു വഴിയുണ്ട്. നിങ്ങൾ പറയും ലക്കത് കാലനക്കും ഫി റസൂലുള്ളാഹി, എല്ലാ കാലത്തേക്കുമുള്ള മാതൃക റസൂലുള്ളാഹിയിലുണ്ട് എന്ന് നിങ്ങൾ പറയില്ലേ? ഞാൻ ചോദിക്കട്ടെ, താങ്കളോട് പച്ചയ്ക്ക് ചോദിക്കുക, ഈ റസൂലുള്ളാഹിയിലുള്ള ഒരു 5 മാതൃക നിങ്ങൾക്ക് ഈ റൂമിൽ പറയാൻ പറ്റും? പിൻപറ്റാൻ പറ്റുന്ന 5 മാതൃക, തെളിവടക്കം ഖുർആനിൽ നിന്ന് തെളിവ് കാണിച്ചു വെച്ച് ഈ മാതൃകകളൊക്കെ എനിക്ക് പിൻപറ്റാൻ പറ്റുമെന്ന് പറയുന്ന ഒരു 5 മാതൃക നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഡാർക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ മ്യൂട്ട് ആക്കാൻ പോവാ. ഇനി നിങ്ങൾ ആ ഞാനത് മാതൃക പറഞ്ഞിട്ട് ഞാൻ മൈക്ക് എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് ഇത് നിങ്ങളെ പഠിപ്പിക്കാനോ ഞാനിത് പഠിക്കാനോ ഒന്നും വന്നതല്ല ഇവിടെ. അപ്പൊ ഡാർക്ക് പച്ചയ്ക്ക് സമ്മതിക്കുകയാണ്, അങ്ങനെ പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക ഡാർക്കും കണ്ടിട്ടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത് ഡാർക്ക്? അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും, അതെനിക്കറിയില്ല. അല്ല ഡാർക്കെ, എന്നാ ഞാൻ ഡാർക്കിന് ഒരു കാര്യം പറഞ്ഞു തന്നല്ലോ. 5 വയസ്സും 8 മാസവും ഉള്ള കുഞ്ഞിനെ ഒന്നും കല്യാണം കഴിക്കാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഒരു നല്ല മാതൃകയുണ്ട്. അതാണ് യേശുക്രിസ്തുവിന്റെ മാതൃക. ഒരു തെറ്റും പറയാനില്ലാത്ത മാതൃകയാ ബ്രോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ മാതൃക ഞാൻ പിൻപറ്റാൻ അതിനെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് യേശുവിനെ പറയുന്നു. കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ എല്ലാ എല്ലാവരും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്മ മാത്രം ആഗ്രഹിക്കുക. അത് മാത്രമേ പിന്നെ ക്രിസ്തു പഠിപ്പിക്കുന്നുള്ളൂ. യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയാം. എന്റെ ജീവിതം മാറ്റിമറിച്ചത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. യേശു ആയിരിക്കാം. ക്രിസ്തുവിനെ പിൻപറ്റാൻ തുടങ്ങിയതിന് ശേഷം യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ച ഉത്തമമായ ഒരു മാതൃകയുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു മതമാണ് ബ്രോ എന്റെ മതം, എന്റെ ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ ആയിരിക്കാം. നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അല്ലെ, എന്നോട് ചോദിക്കും ക്രിസ്തുവിന്റെ മാതൃക എന്തൊക്കെയാണ്, ഞാൻ എണ്ണി എണ്ണി എനിക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് മതി എനിക്ക്. അതെന്താണ് ബ്രോ, പറയൂ ബ്രോ. കാരണം എനിക്ക് അതിൽ കൂടുതൽ അറിഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. ഞാൻ ആരെടുത്ത് പോയി സമ്പാദിക്കാനാണ് ഇതിനെ കുറിച്ചൊക്കെ? സമ്പാദിക്കാനല്ല ബ്രോ, എനിക്ക് അതിന്റെ ആവശ്യം. ഒരു വിശ്വാസം, ഒരു വിശ്വാസം. ഇപ്പൊ താങ്കൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒന്നുകിൽ ഒരു 2 പേരോട് അതിനെ പറ്റി ചോദിക്കും, കടയിൽ പോയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കും, താങ്കൾ ഒരു 5 മൊബൈൽ ഫോൺ എടുത്ത് കമ്പയർ ചെയ്യും, എന്നിട്ട് താങ്കൾ വാങ്ങിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ, താങ്കൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ ആയിരിക്കും. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തിനാണ് ഇന്നത്തെ കാലത്ത് ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ പോലും ഒരു 5 ഓപ്ഷൻ നോക്കിയിട്ട് വാങ്ങിക്കുന്ന നമ്മൾ പിൻപറ്റേണ്ട ഒരു പ്രത്യയശാസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരു ഗതിയും ഇല്ലാതെ എന്തോ ജനിച്ചു പോയത് കൊണ്ട് അതിൽ പിൻപറ്റേണ്ട ഗതികേടെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ബ്രോ. അതുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കുക. മാതൃകയാക്കാൻ പറ്റിയ ഒരു ജീവിതം ആരാണോ നയിച്ചിട്ടുള്ളത് അതിനെ പിൻപറ്റുക. ഇതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത് ഇവിടെ താഴത്തിരിക്കുന്ന പലരും ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തത്. പിൻപറ്റാൻ പറ്റുന്ന ആയിക്കോട്ടെ, ബെസ്റ്റ് നല്ല മാർഗമാണ് കാര്യം, ഇതുകൊണ്ട്. ഓക്കെ, നല്ല അപ്പൊ കാര്യം. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ താങ്കൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം, ക്രിസ്തുവിനെ കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ക്രിസ്തു നല്ലൊരു വ്യക്തിയായിരിക്കാം. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ള കുറച്ച് അറിവുകളേ ഉള്ളൂ. പിന്നെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്തുവിനെ കുറിച്ച്, ഇല്ലേ? കുരിശ് തറയ്ക്കുന്ന അതിന്റെ ആ ഒരു ഇതും, പിന്നെ കടൽ കടന്ന് പോകുന്നതിന്റെ ഒക്കെ ഒരു സീനുകളൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഒരു സിനിമയുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും. ആ, എന്തുകൊണ്ടും മനുഷ്യരെ, ജനങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കാൻ വന്നിട്ടുള്ള ഒരു ആള് തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. വളരെ നല്ലതാണ് ബ്രോ. അത് അത് തന്നെയാണ് ക്രിസ്തുവിന്റെ അത്രയൊക്കെ ആഗമന തോന്നിയിട്ടുള്ളൂ. ഉദ്ദേശവും. എനിക്ക് അത്രയൊക്കെ അറിയാവൂ, അല്ലാതെ എനിക്ക് അത്രേ ഉള്ളൂ. താങ്കൾ ആധികാരികമായിട്ട് ഞാൻ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മൊത്തത്തിലും തോന്നുന്നു അർത്ഥം. എന്നെക്കാളും നന്നായിട്ട് പറയാൻ ഇവിടെ ഒരു അനിൽ കൊടുത്തോട്ടം എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞുതരും. അനിൽ കൊടുത്തോട്ടം പാസ്റ്ററെ, അയ്യുഹിയെ, താങ്കളൊന്ന് പ്രൊസീഡ് ചെയ്യാവോ? ആ, കുഴപ്പമില്ല ബ്രോ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായതൊക്കെ തന്നെയാണ് എന്റെ ദൈവവും എന്റെ ശാസ്ത്രവും എന്റെ രീതികളും. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കണമില്ല. ഞാൻ
ഒരുപാട് ഞാൻ കുട്ടിക്കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പള്ളിയിൽ പോയി നിന്ന് പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോ നീ പോയാൽ നിൽക്കൂല, ഉസ്താക്കന്മാർ അടിക്കും, അപ്പൊ നീ തിരിച്ചു വരും, വേണ്ട നീ പോണ്ടാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി. അപ്പൊ ഞാൻ പോയില്ല. അങ്ങനെ നിന്നുകൊണ്ടായിരിക്കാം ഇപ്പൊ ഞാൻ മതപരമായിട്ട് നിങ്ങൾ വലിയ നല്ലൊരു അങ്ങനെയല്ല ബ്രോ. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ നിന്നത് കൊണ്ടാണ് താങ്കൾ ഇന്നൊരു മനുഷ്യനായത്. ആയിരിക്കാം ഞാൻ ചോദിക്കട്ടെ, ആയിരിക്കാം. താലിബാൻ എന്ന് പറയുന്ന സംഘടന ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്? അവരുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഖുർആാനും ഹദീസുകളും തന്നെയല്ലേ? ഇതാ, ഒരു പാർക്കിൽ ഒരു പുരുഷന് സ്ത്രീക്ക് പോകാൻ പാടില്ല, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒരു സ്ത്രീ ശരീരം മുഴുവൻ മറച്ചിട്ടല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ പാടില്ല, ഒരു പെൺകുട്ടി ജോലിക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ അഫ്ഗാനിസ്ഥാനില് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് താലിബാൻ. അതായിരിക്കാം അതായിരിക്കാം അതില് അപ്പൊ ആ, അതിന്റെയൊക്കെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രം എന്താണെന്ന് താങ്കൾക്ക് അറിയുന്നതുമാണ്. അതിലെനിക്കൊരു അങ്ങനെ തോന്നിയിട്ടുള്ളത്, പെൺകുട്ടികൾക്ക് ഒരു സേഫ് ആയ ഒരു സോൺ കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൽ ഓവർ കെയർ എന്റെ കാണിക്കുന്നതും പൊന്നു ബ്രോ, ഉണ്ട്. പെൺകുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള സോൺ കൊടുക്കട്ടെ. ഞാൻ ചോദിക്കുന്നതിൽ താങ്കൾ പറയണമെന്നില്ല, എന്നാലും ഞാൻ ചോദിക്കുക, താങ്കൾക്ക് പെൺമക്കളുണ്ട്? വസ്ത്രം ധരിക്കുന്നതിലും താങ്കൾക്ക് നിർബന്ധിക്കുന്നത്, പെൺമക്കൾ പക്ഷെ അത് അവരായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് തെറ്റല്ലല്ലോ. താങ്കൾക്ക് പെൺമക്കളുണ്ടോ? എനിക്ക് എന്റെ ചേട്ടനുണ്ട്, ജ്യേഷ്ഠനുണ്ട്. ഓക്കെ. എത്ര വയസ്സായിട്ടുണ്ടാവും ബ്രോ? പറയാൻ നിർബന്ധമില്ല. ടീനേജ് ആണോ അതോ വലിയ കുട്ടിയാണോ? ഇല്ല, കൊച്ചുകുട്ടി 2.5-3 വയസ്സായിട്ടുള്ളൂ. ഈ കുട്ടി പഠിക്കാൻ പോകാൻ പാടില്ല, ഈ കുട്ടി സ്കൂളിൽ പോകാൻ പാടില്ല, ഈ കുട്ടി ജോലിക്ക് പോകാൻ പാടില്ല, ശരിയാണോ? അതൊക്കെ പണ്ടുള്ളവർ പറയണല്ലേ, ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും അല്ല, അല്ല, ഇത് പണ്ടുള്ളവർ പറഞ്ഞതാണെന്ന് താങ്കൾ പുച്ഛിച്ച് തള്ളുകയാണെങ്കിൽ ഇന്ന് ഐസിസും താലിബാനും ചെയ്യുന്നത് പണ്ടത്തെ പ്രത്യയശാസ്ത്രമാണ്, 6-ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രമാണെന്ന് താങ്കൾക്ക് കിതാബിനെ തള്ളി പറയേണ്ടി വരും. പറഞ്ഞേക്കാം. അല്ല, ഞങ്ങളുടെ ഉദ്ദേശം താങ്കളെ കൊണ്ട് തള്ളി പറയിക്കുക എന്നുള്ളതല്ല. ഞാൻ പിന്നെന്താ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളെ ഞാൻ തള്ളി പറഞ്ഞ, പറയേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, ആയിരിക്കാം, ചിലപ്പോ നിങ്ങൾ പറയുന്നതായിരിക്കും സത്യം. എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. അല്ല, താങ്കൾ ഇത് പറഞ്ഞാൽ മതി. താങ്കളുടെ ചേട്ടന്റെ കുഞ്ഞിനെ പഠിക്കാൻ വിടാൻ പാടില്ല, ശരീരം മുഴുവൻ മറച്ചേ പുറത്തിറങ്ങാൻ പാടുള്ളൂ, സ്ത്രീയുടെ സ്വരം കേൾക്കാൻ പാടില്ല, ഇന്ന് ഞാൻ സ്ത്രീകൾ പറയോ, ഞാൻ എന്നൊരു നി- വ്യക്തി പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് മോളുണ്ട്, എനിക്ക് സഹോദരിയുണ്ട്. ആ സഹോദരിയോട് ഞാൻ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഞാൻ താങ്കളോട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ. താങ്കൾ ഒരു യഥാർത്ഥ മുസൽമാൻ അല്ല. അത് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അതായിരിക്കാം സത്യം, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. കാരണം അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആൻ, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന് വേണ്ടി ദീൻ മുഴുവൻ ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ അംഗീകരിക്കാത്ത നിങ്ങൾ, ആ. എനിക്ക് തോന്നുന്നു ദീനിന് പുറത്താ പോയി. ആ, ആ. നിങ്ങൾ പച്ച അത് ചിലപ്പോ മനുഷ്യനായി പോയി. ശരിയായിരിക്കാം. എന്നെ എന്നെ ചിലപ്പോ നിങ്ങളൊരു പുറത്താക്കിയാലും നല്ല മനുഷ്യനായി പോയി. എനിക്കൊരു വിഷയമുള്ള അതാണ് കേസല്ല. നിങ്ങളുടെ ദീൻ. ഓക്കെ ബൈ, താങ്ക് യു. ഞാൻ ഈ നിൽക്കുന്ന നിങ്ങൾ നാട്ടിൽ നിന്ന് അത്രയെങ്കിലും ചിലപ്പോ നല്ല എനിക്ക് എന്റെ നാടുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്തായാലും നിങ്ങളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്. ആ, അതിലൊന്നും വിഷയമല്ല ബ്രോ. ഇവിടെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. വലിയ വലിയ കേസാണ്. ഇത് പണ്ടത്തെ നാടൊന്നുമല്ല. ഇത് സൗദി അറേബ്യ ആയപ്പോലും ഇപ്പൊ ഇവിടെ പലർക്കും പല അവകാശം, എല്ലാവർക്കും എല്ലാവരുടെയും അവകാശങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ പണ്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയാണോ ഇവിടെ? അല്ലല്ല, ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന എന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. ബന്ധുക്കളല്ല, ഡ്രൈവ് ചെയ്യുന്ന മാത്രമല്ല, എല്ലാ രീതിയിലും എല്ലാ രീതിയിലുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. ജോലി ചെയ്യുന്നതും മുഖം മറയ്ക്കാതെയും വസ്ത്രം അവരുടെ രീതിയിൽ ധരിച്ചു നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഡെയിലി കാണുന്നതാണല്ലോ.
അപ്പം അത് വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ ഭരിക്കാൻ വന്നപ്പോൾ ഉള്ള കഥയല്ലേ അത്. ഉം. അതാണ് പണ്ട് അതാണ് വിദ്യാഭ്യാസമില്ലാതെ ഖുറാനിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ദീനിന്റെ വഴിയിൽ മാത്രമേ നടക്കാവൂ എന്ന് വാശി പിടിച്ചിരുന്ന ആൾക്കാർ നിശ്ചയിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഭരിക്കാൻ വന്നപ്പോൾ, കൊച്ചു പയ്യന്മാർ ഭരിക്കാൻ വന്നപ്പോൾ അവരുടേതായ രീതിയിൽ അവർ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു എല്ലാവർക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അവര് പിന്നെ റെസ്ട്രിക്ഷനിൽ വെച്ചിരിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. മക്ക മദീന എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ അന്യമതത്തിൽപ്പെട്ടവർക്കൊന്നും പോകാൻ പാടില്ല. അതൊക്കെ ഇനി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ അത് പിന്നെയും അങ്ങനെ തന്നെ ഓക്കെ. നിർത്തിയേക്കാം. അത് താങ്കൾ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക, അത് പണ്ട് മെക്ക മദീന എന്ന് പറയുന്ന സ്ഥലം ആര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് താങ്കൾക്ക് അറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നില്ലേ? അതിനെപ്പറ്റി എനിക്കറിയില്ല. റസൂലുള്ള ഖുറൈശികളും മക്കയിലും യാത്ര നടന്ന് യഹൂദന്മാരും മദീനയിലും. മക്കയിൽ വന്ന് മൗത്തായി, അങ്ങനെ ഒരു കഥ എനിക്കറിയാം. അത് അതെ. മാത്രമേ അവിടെ കാബ അതിനെക്കുറിച്ച്. ഉണ്ടായിരുന്ന സ്ഥലത്ത് 360 ദേവീ ദേവന്മാർ കാബയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം താങ്കൾക്ക് അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ആ, ഓക്കെ, കുഴപ്പമില്ല. കാബ പണ്ടൊരു വിഗ്രഹാരാധനയുടെ സ്ഥലമായിരുന്നു ഈ ആ കാബ. അപ്പൊ ആ കാബയിൽ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾ 359 എണ്ണത്തെയും തട്ടിത്തുടച്ചിട്ടാണ്. അതിലാണ് സൂറത്തുൽ നജ്ം എന്ന് പറയുന്നത്. സൂറത്തുൽ നജ്ം അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഖുറാനിലുള്ളൊരു സൂറയാണ് ഇല്ല സൂറത്തുൽ ബ്രോ, നജ്ം. ഞാൻ. സൂറത്തുൽ നജ്മിന്റെ 19, 20, 21 എന്ന് പറയുന്ന ആയത്തുകളിൽ ലാത്ത ഹുസ മനാത്ത എന്ന് പറയുന്ന ദേവികളെ പറ്റിയിട്ട് ദേവതകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആ അത് വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും വേണ്ട, ഒന്ന് വാർത്ത അയ്യോ വേണ്ടേ. ഉണ്ട്. എന്നാൽ നമ്മുടെ കേൾവിക്കാർക്ക് ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഖുറാനിൽ ആ പറയുന്ന കുറച്ച് ദേവി ദേവതകളെ കുറിച്ച് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഒരു 5 പേർക്കെങ്കിലും വേണമെങ്കിൽ അത് താഴത്തെ ഒരു എസ് ഇട്ടാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അത് വായിക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ ആരും എസ് ഇടണ്ട. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇതിനെ മാറ്റി മുസ്ലിങ്ങൾ കീഴടക്കിയിട്ട് ഇപ്പൊ അവിടെ മറ്റാരും പോകാൻ പാടില്ല എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമല്ലേ സ്നേഹിത? എന്റെ ആണ്. നാട്ടിൽ കയറി ആണ്. താങ്ക് യു. താങ്കൾ ഒരു നല്ല മനുഷ്യനായി പോയത്, അല്ലെങ്കിൽ പച്ച മനുഷ്യനായി പോയി. അത് താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ വിജയമാകും. അങ്ങനെയല്ലേ ബ്രോ നമ്മൾ ജീവിക്കേണ്ടത്? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത്രേ നമ്മൾ ഉള്ളൂ. ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് രീതിയിൽപ്പെട്ടായിക്കളെ, നല്ലൊരു മനുഷ്യനായിട്ടല്ലേ ജീവിക്കേണ്ടത്? അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ ഈ സ്ഥലത്ത് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും അതേ കണക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കും ഈ അങ്ങനെയാണ്. കാബാലയത്ത് മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്, പലവട്ടം തോന്നിയിട്ടുണ്ട്. വെരി ഗുഡ്. ക്രൈസ്തവരുടെ എല്ലാ പള്ളിയിലും ഏത് മുസൽമാനും ഏത് സമയത്തും കയറി വന്ന് പ്രാർത്ഥിക്കാം. താങ്കൾ കണ്ടിട്ടില്ലേ? ഒന്ന് കേരളത്തിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കേരളത്തിൽ മതി. കയറാത്ത പള്ളിയില്ല, അമ്പലങ്ങളില്ല. അതാണ്. പക്ഷെ ഒരു പിന്നെ മുസ്ലിം ആരും പള്ളിയിൽ നീ ഏത് മതം എന്ന് ആരും ചോദിച്ചിട്ടില്ല. അതാണ് ബ്രോ, അതാണ് മനുഷ്യത്വം, അതാണ് മാനവികത. അപ്പൊ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു വ്യഭിചാരം ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയെ വിവാഹം കഴിക്കാൻ പെർമിഷൻ കൊടുക്കുന്ന, അതല്ല ബ്രോ, ഞാൻ അല്ലെങ്കിൽ അവിടെ ഞാൻ ന്യായീകരിക്കുന്നതാണെന്ന് തോന്നല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞ ഇതൊക്കെ മ്യൂട്ടാക്കി ഞങ്ങൾ മയക്ക്. ഇതിൽ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ന്യായീകരിക്കണമല്ല. പല കാര്യങ്ങളും പല പല അർത്ഥങ്ങളായിട്ടാണ്, വേറൊരു അർത്ഥങ്ങളായിട്ടാണ് പോണത്. അതിപ്പോ നമ്മള് വിചാരിക്കുന്ന അർത്ഥമായിരിക്കണമെന്നില്ലല്ലോ. അതെനിക്കറിയില്ല കേട്ടോ, ഞാൻ ന്യായീകരിച്ചല്ല. നിങ്ങളത് ന്യായീകരിക്കുകയാണെന്ന് പറയരുത്. അല്ല അല്ലല്ല, താങ്കൾക്ക് അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം താങ്കളുടെ പ്രത്യയശാസ്ത്രമാണ് അത്. പക്ഷേ എനിക്ക് അതിനോടൊരു എതിരഭിപ്രായമുണ്ട്. കാരണം ഒരു കാലത്തേക്ക് മാത്രം ഇറക്കി കൊടുത്ത കിതാബായിരുന്നെങ്കിൽ പല ആയത്തുകളും അള്ളാഹു തന്നെ റദ്ദാക്കിയിട്ടുണ്ട്, ഇറക്കി കൊടുത്തു, അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ആയത്ത് അനുസരിച്ചാണെങ്കിൽ എല്ലാ ആയത്തുകളും നസ്കാക്കേണ്ടിയിരുന്ന സമയം കഴിഞ്ഞു. എന്തുകൊണ്ടാക്കിയില്ല? അറിയില്ല ബ്രോ, അതൊന്നും അറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എല്ലാ കാലത്തേക്കും ലക്കത് കാലനക്കും എല്ലാ കാലത്തേക്കുമുള്ള മാർഗദർശനം അത്രേ ഇത് എന്ന് പറയുന്ന സ്ഥാനത്ത്
ഇത് 6-ാം നൂറ്റാണ്ടിലേക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്ന ന്യായീകരണം വെറും മുടന്തൻ ന്യായീകരണം മാത്രമാണ്. ഉം. ആയിരിക്കാം. അല്ലെങ്കിൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നും നമുക്ക് പറയാം. അത്രയൊക്കെ അങ്ങ് പറയണോ? ഇല്ല, എന്നും വേണമെങ്കിൽ പറയാം എന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല. ആയിരിക്കാം. എനിക്കെന്തായാലും അങ്ങനെ ആധികാരികമായിട്ട് പഠിച്ചിട്ടും വലിയ കാര്യമില്ല എന്നൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. പിന്നീട് വിചാരിച്ചപ്പോ ശരിയായിരിക്കാം, നമ്മള് എല്ലാ മതത്തെയും സ്നേഹിക്കണമെന്നാണല്ലോ എല്ലാരും പറയുന്നത്. ഇപ്പോ ആരും നമ്മുടെ വീട്ടിൽ പറഞ്ഞു തരുന്നില്ലല്ലോ മറ്റുള്ളവരെ നീ നോക്കരുത്, അവരെ നീ കൊന്ന് മുന്നോട്ട് പോകണം, നീ നിന്റെ വിജയം മാത്രം നോക്കണം എന്നല്ലല്ലോ എല്ലാവരെയും മക്കളെ പഠിപ്പിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കണം, കള്ളത്തരം കാണിക്കരുത്, ഒരു മിനിറ്റ് നല്ലവനായി ഒരു മിനിറ്റ് ഡാർക്കെ, ഒരു മിനിറ്റ്. സാദ് എം ഹസൻ എനിക്കൊരു ഓപ്പൺ ചാലഞ്ച് തന്നിരിക്കുകയാണ്. ജെന്റിൽ സെറ്റ് ഗേൾസ് കാൺ ഗോ ടു സ്കൂൾ. വൺ റെഫറൻസ്: താലിബാൻ സ്കൂളുകളിൽ പെൺകുട്ടികൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള പെർമിഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അക്കൗണ്ട് നമ്പർ ഇടുന്നു, 10 ലക്ഷം രൂപ എനിക്ക് ഇട്ടേക്കണം താങ്കളുടെ ഇത് ശരിയാണെങ്കിൽ. ഓക്കെ ഓക്കെ അതുകൊണ്ട് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഖുറാൻ പറഞ്ഞോ ഹദീസ് പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താലിബാൻ അംഗീകരിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. താങ്കൾ നട്ടലുള്ള വ്യക്തിയാണെങ്കിൽ, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ, ഫത്വയിൽ മുബീൻ പ്രകാരം ജനിച്ച വ്യക്തി അല്ലെങ്കിൽ ആ 10 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാം. അല്ല എന്നുണ്ടെങ്കിൽ മേലാൽ ഈ വക ഉഡായിപ്പും കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ. കേറി വാ സാധ, കേറി വാ, കേറി വാ, കേറി വാ.